ഒരു വൈബ് മധുരം വെപ്പ് കൂടിയല്ല നമ്മളെ കൂട്ടുകാരുടെ ചേച്ചിയുടെ തലേ ദിവസം കേട്ടോ. കൂട്ടുകാരുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ചേച്ചി തന്നെ. അപ്പൊ അങ്ങനെ തുടങ്ങല്ലേ, നമ്മള് കൃത്യ ടൈമിൽ തന്നെ വന്നത്. അപ്പൊ അതേ മധുരം കൊടുക്കല് കാര്യങ്ങളൊക്കെ 3 വട്ടം പറഞ്ഞിട്ട് വേണം കൊടുക്കണമെന്ന് ഇവര് മുന്നേ പറഞ്ഞിട്ടുണ്ടായില്ല. അത് പറയുമ്പോ അവന്റെ മുഖത്ത് നാണ് നിങ്ങൾ നോക്കി അങ്ങനെ കൊടുത്തു വിട്ടത്. ചെക്കൻ്റെ അനിയത്തി പുടവ കൊടുക്കുന്ന ചടങ്ങാണ് നിങ്ങൾ ഈ കാണുന്നത്. എടാ എന്റെ വീഡിയോ എടുത്ത് ഞാൻ കുറച്ച് കൂട്ടിനെസ് ഇട്ടായിരുന്നു. വീഡിയോ എടുത്ത് പറയാം മാറ്റും. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതുവരെ തലേ ദിവസങ്ങൾ കാണാത്തൊരു ഡ്രസ്സായിട്ടത് വെറൈറ്റി പിടിച്ചു തന്നെ എന്തായാലേ. അത് എന്റെ ചെക്കൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. ഇതെന്താ യൂണിഫോമാ? രമേശിന്റെ ഇടയിൽ നിന്നാ മരിച്ചേ. പറഞ്ഞില്ല തെണ്ടി. എന്ത് ബ്ലാക്ക് സ്കോഡ് ബൗൺസേഴ്സ് വന്ന് നിൽക്കണ പോലെ ഒക്കെ ഇതിന്റെ നിൽപ്പ് വേണ്ടെങ്കിൽ തോന്നുന്നു. ഇച്ചിരി കാണാൻ വേണ്ടി സ്റ്റേജിൽ എല്ലാവരും കയ്യാന്നിട്ട് പറയാം. എല്ലാവരും കയ്യാന്നുള്ള ബേസിൽ യൂണിവേഴ്സിറ്റിയിൽ കേട്ടല്ലേ. മധുരം കൊടുക്കാൻ വേണ്ടി കയറിയിട്ട് ഞങ്ങളാരും മധുരം കൊടുത്തില്ലേട്ടാ. അപ്പൊ ഞങ്ങൾ തന്നെ എടുത്ത് കഴിക്കേണ്ടത്. അതിന്റെ ഇടയ്ക്ക് ഇവന് വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളോട് ചേച്ചി പറഞ്ഞു ഓർഡറാന്ന്. ചേച്ചിക്ക് മനസ്സിലായി ഞങ്ങൾ എന്തിനാ വന്നേന്ന്. കോളേജിൽ പഠിച്ച സമയത്ത് ഏതൊരു പെൺകൊച്ചോറും ചേട്ടനാണ് കുറയും പോയിനെ പോലെ ഉണ്ട്. അതേ പിന്നെ മീശിന്റെ അടി മേടിച്ചിട്ടല്ല വരാണ്ട് എന്നിട്ട് ഇങ്ങനെയായിട്ടാ നടക്കണവൻ. പരിപാടിയുടെ ഇടയ്ക്ക് നമ്മളൊരു കിഡിലുണ്ട് അവന് കണ്ടുകൂട്ടാ. എല്ലാവർക്കും ഒന്നേ പിടിച്ചിരിക്ക തെരിയുമാ. വയസ്സാനാലും സ്റ്റൈലും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൻ്റെ ബാഗ് കാണിച്ചിട്ട് പറയാം ഇതൊക്കെ ഇപ്പോഴത്തെ പെമ്പിളകൾക്ക് ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കാനായിട്ട് വീഡിയോയിൽ. പെണ്ണിന്റെ സന്തോഷം നോക്കി പെണ്ണവിടെ അടിച്ച് പൊളിയാട്ടാ. ഈ മനുഷ്യനാടെ പോയിട്ടാ പ്രായം വെറും അക്കാൻ തോന്നി. ജാതി വൈബ് മനുഷ്യൻ. ഈ പൊക്കി കൊണ്ടുപോകുന്നത് വേറെ ആരുമല്ല കേട്ടാ, പെണ്ണിന്റെ അപ്പനേട്ടാ. അതാ ഞാൻ പറഞ്ഞു ഇവരുടെ ഫാമിലി മൊത്തം ചില്ലാന്ന്. പരിപാടി കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നാട്ടോ അവനെ. ഇത് രമേശാന്റെ കടയിൽ നിന്ന് വാങ്ങിയ ബ്ലാക്ക് ഷർട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ മനുഷ്യൻ്റെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെ ഇത്ര സ്റ്റൈലായിട്ടിരിക്കുന്നു. ആ മച്ചാന് നിന്നെക്കാട്ടും മുടിയുണ്ടല്ലോ എന്ന് ആര് പറഞ്ഞുട്ടാ. പിന്നെ അവിടെ നിന്ന് എല്ലാവർക്കും സ്നേഹം മാത്രം.